ചില അന്തർദേശീയ വാർത്തകൾ വേഗത്തിൽ പരിശോധിക്കാം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. 2 വർഷത്തിലേറെയായി ഹമാസ് പിടിയിലുള്ള 20 ബന്ദികളെ ഇന്ന് വിട്ടയക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ ബന്ദികളെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ഫലസ്തീൻ തടവുകാരുടെ മോചനവും ഗസയിലേക്ക് കൂടുതൽ സഹായ വിതരണവും ഇന്നുണ്ടാകും. ഗസ വംശഹത്യ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നതിൽ നിർണായക പങ്കുവഹിച്ച മാധ്യമപ്രവർത്തകൻ സ്വാലി അൽ ജഫ്രാവിയെ കൊലപ്പെടുത്തി. ഇന്നലെ രാവിലെ മുതൽ കാണാതായ ജഫ്രാവിയെ വൈകിട്ടാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഗസ സിറ്റിയിലെ അൽ സബ്രയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇസ്രായേൽ സൈന്യം നടത്തിയ നാശം ഡോക്യുമെന്റ് ചെയ്യുന്നതിനിടെയാണ് കൊലപാതകം. ഈജിപ്തിൽ നടക്കുന്ന ഗസ സമാധാന ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയും സംയുക്തമായ അധ്യക്ഷത വഹിക്കും. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അന്തിമ കരാറിന് രൂപം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി നടക്കുന്നത്. ഗസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുക ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര ഉച്ചകോടി ഇന്ന് 20 രാജ്യങ്ങളിലെ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉച്ചകോടിയിൽ പങ്കാളിയാകും. ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഈജിപ്തിൽ ഇന്ന് നടക്കുന്ന ഷാം എൽ ഷെയ്ഖ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം എത്തിച്ചേരുക. ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഉച്ചകോടി. ഗസയിലെ വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ യുക്രൈനിലും സമാധാനം കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. റഷ്യൻ വ്യോമാക്രമണങ്ങൾ അധികരിക്കുന്ന സാഹചര്യത്തിലാണ് സെലൻസ്കിയുടെ നീക്കം. കീവിന്റെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ചർച്ച നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും. പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2ാം തവണയാണ് ഇരുവരും ചർച്ച നടത്തുന്നത്. യുക്രൈന് അമേരിക്ക ടൊമോഹോക്ക് മിസൈലുകൾ വിതരണം ചെയ്യാൻ ധാരണയായി. അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ ന്യായീകരിച്ച് ചൈന. ആഗോള സമാധാനം നിലനിർത്താനുള്ള നടപടിയാണിത്. എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 100% അധിക തീരുവ ചുമത്തിയ US നടപടി തുടർന്നാൽ ശക്തമായി നേരിടുമെന്നും ചൈന. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അപൂർവ ധാതുക്കൾ, ലിഥിയം ബാറ്ററികൾ, അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സാങ്കേതികതയുടെയും ഉപകരണങ്ങളുടെയും കയറ്റുമതിക്ക് ചൈന പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇസ്രായേൽ സൈന്യത്തിന് ക്ലൌഡ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ പ്രതിഷേധിച്ച മൈക്രോസോഫ്റ്റിലെ മുതിർന്ന എഞ്ചിനീയർ രാജിവെച്ചു. 13 വർഷമായി മൈക്രോസോഫ്റ്റിൽ ജോലി ചെയ്യുന്ന സ്കോട്ട് സ്റ്റഫിൻ ഗ്ലോവസ്കിയാണ് രാജിവെച്ചത്. സമീപകാല ചരിത്രത്തിലെ വലിയ അതിക്രമത്തിന് കമ്പനി നൽകുന്ന സാങ്കേതിക പിന്തുണ തനിക്ക് അംഗീകരിക്കാനാകില്ല എന്ന് ആയിരക്കണക്കിന് സഹപ്രവർത്തകർക്ക് അയച്ച രാജിക്കത്തിൽ സ്റ്റഫിൻ പറയുന്നു.